ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശാർദൂലൻ എന്നു പേരായ ഒരു വീരരാക്ഷസൻ സുഗ്രീവ സൈന്യത്തെ കണ്ടു. ദുഷ്ടനായ രാവണന്റെ സമർത്ഥനായ ചാരണനാണ് ശാർദൂലൻ. സശ്രദ്ധം വാനര സൈന്യത്തെ അവൻ നോക്കി. അതിവേഗത്തിൽ ലങ്കയിൽ ചെന്ന് തമ്പുരാനോട് പറഞ്ഞു, മഹാരാജാവേ, മറ്റൊരു മഹാബ്ദി പോലെയുള്ള ഒരു കവിമണ്ഡലം ഇതാ ലങ്കയിലേക്ക് വരുന്നു. ദശരഥ രാജപുത്രന്മാരായ ശ്രീരാമലക്ഷ്മണന്മാർ സർവ്വ ആയുധങ്ങളുമേന്തി സീതാസമീപം അണഞ്ഞ മട്ടിലായി കഴിഞ്ഞു. ഉജ്ജ്വല തേജസ്സാർന്ന ആ സഹോദരന്മാർ സാഗര സമീപത്തിൽ ഇരിക്കുകയാണ്. 10 യോജന സ്ഥലത്തിൽ വാനരപ്പട നിറഞ്ഞു നിൽക്കുന്നു. യാഥാർത്ഥ്യങ്ങളെ അതിവേഗത്തിൽ അവിടുന്ന് കൽപ്പിച്ചറിയണമേ. സമർത്ഥരായ ദൂതന്മാർ അവിടെ ചെന്ന് എല്ലാം മനസ്സിലാക്കി പെട്ടെന്ന് പോരണം. സാമമോ ദാനമോ വേണമെങ്കിൽ ഭേദമോ തന്നെ ഇക്കാര്യത്തിൽ ചെയ്യണം. ചാരനായ ശാർദൂലന്റെ വാക്കുകൾ കേട്ട് അസുരാധിപൻ സ്വന്തം കാര്യത്തെ നല്ല പോലെ ആലോചിച്ച് പൊടുന്നനെ ചിലത് തീരുമാനിച്ചു. കാര്യങ്ങൾ അറിയുവാൻ അതിനിപുണനായ ശൂകൻ എന്ന രാക്ഷസോത്തമനെ വിളിച്ച് കൽപ്പിച്ചു, ഹേ ശൂക, നീ അതിവേഗം പോകൂ. രാജാ സുഗ്രീവനോട് മധുരമായും മയമായും എന്നാൽ നിർഭയമായും എൻ്റെ സന്ദേശത്തെ പറയൂ. അങ്ങ് മഹാരാജവംശത്തിൽ ജാതനായവനാണ്. കൈക്കരുത്തേറിയ വൃക്ഷരജസിൻ്റെ ആത്മജനായ അങ്ങേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആപത്തോ അർദ്ധലാഭമോ ഉണ്ടാകുന്നില്ല. മാത്രമല്ല, കവീന്ദ്രനായ അങ്ങ് എൻ്റെ സഹജ തുല്യനുമാണ്. നൃപനായ ആ രാമൻ്റെ കളത്രത്തെ ഞാൻ അപഹരിച്ചു എന്നതിൽ അങ്ങേക്ക് എന്തുണ്ട്? ബുദ്ധിമാനായ അങ്ങ് കിഷ്കിന്ധയിലേക്ക് മടങ്ങുകയാണ് യുക്തമായിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ശക്തിയും ലങ്കയിൽ കടക്കുവാൻ വാനരന്മാർക്കെന്നല്ല, ദേവന്മാർക്കും ഗന്ധർവന്മാർക്കും കൂടിയില്ല. പിന്നെയാണോ മനുഷ്യരും കുരങ്ങന്മാരും? അരർക്കർക്കോൻ്റെ ഇത്തരത്തിലുള്ള ആജ്ഞ കേട്ട അസുരവരൻ ഒരു പക്ഷിയുടെ രൂപമെടുത്ത് അമ്പരത്തിലേക്ക് ഉയർന്നു. ആഴിയുടെ മേൽത്തട്ടിൽ കൂടി അനേക കാതം വഴി പിന്നിട്ട് ഉത്തരതീരത്തിൽ കപിസേനകളുടെ മുകളിൽ ആകാശത്തിൽ നിന്നുകൊണ്ട് തന്നെ ദുഷ്ടനായ രാവണന്റെ കൽപ്പനാവചനങ്ങൾ പറഞ്ഞയച്ചതുപോലെ വ്യക്തമാക്കി. ദൂതു പറയുന്ന അവനെ വാനരന്മാർ വാനിൽ അണഞ്ഞ് പിടിച്ച് കൈമടക്കി ഇടിക്കുവാനും തൂവൽ ഓരോന്നോരോന്നായി പറിക്കുവാനും തുടങ്ങി. ആ രാക്ഷസനെ അവർ നഭസിൽ നിന്നു തന്നെ ബന്ധിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞുകൊടുത്തു. കവികളെ കൊണ്ട് വിഷമം അസഹ്യമായപ്പോൾ ശൂകൻ ഉച്ചത്തിൽ പറഞ്ഞു, ഹേ കാകുൽസ്ഥ, ദൂതന്മാർ അവധ്യരാണ്. കവികളെ തടുത്താൽ നന്നായിരുന്നു. സ്വാമിയുടെ അഭിപ്രായങ്ങൾ വിട്ട് അയുക്തമായ മതം പറയുന്ന ദൂതനെയാണ് നിഗ്രഹിക്കേണ്ടത്. ശൂകന്റെ ആവലാതി കേട്ട രഘുവീരൻ കൊല്ലരുത് എന്നിങ്ങനെ പ്രഹരിക്കുന്ന വാനരന്മാരോട് അരുളി ചെയ്തു. പ്ലവകന്മാരിൽ നിന്ന് മോചനം സിദ്ധിച്ച ശൂകൻ വീണ്ടും വാനിലേക്കുയർന്ന് ഇപ്രകാരം ചോദിച്ചു, മഹാബലപരാക്രമ, സത്വസമ്പന്നനായ സുഗ്രീവ, ലോകത്തെ മുഴുവൻ കരയിക്കുന്ന രാവണന്റെ അടുത്ത് എന്തൊന്നാണ് പറയേണ്ടത്? അത്ഭുത ശക്തനായ കപീശ്വരൻ ആ വിശുദ്ധാശനാഥ ദൂതനോട് ദൃഢതരമായ ശബ്ദത്തിൽ പറഞ്ഞു, ഭവാൻ എൻ്റെ സുഹൃത്തല്ല, അനുകമ്പ്യനല്ല, ഒരു തരത്തിലും ഉപകാരമേകിയവനല്ല, ഇഷ്ടനുമല്ല. ശ്രീരാമദേവന്റെ ശത്രുവായ അങ്ങ് ബന്ധുമിത്രാദികളോടുകൂടി വധ്യനാണ്. അങ്ങ് എനിക്ക് ബാലിയെ പോലെയാണ്. ഹേ നിശാചരേന്ദ്ര, ബന്ധുമിത്ര പുത്രന്മാരോട് കൂടി അങ്ങയെ ഞാൻ വധിക്കും. വൻ പടയോടൊന്നിച്ച് അതിവേഗം അവിടെ എത്തി ലങ്കയെ ചാമ്പലാക്കി മാറ്റും. ഹേ രാവണ, ഇന്ദ്രനാലോ ദേവകളാലോ സംരക്ഷിക്കപ്പെട്ടാലും ശ്രീരാമനിൽ നിന്ന് അങ്ങേക്ക് രക്ഷ കിട്ടുകയില്ല. പാതാളത്തിൻ്റെ കോണിലോ സൂര്യമണ്ഡലത്തിലോ പോയിക്കോളൂ. അങ്ങയെ രക്ഷിക്കുവാൻ ശക്തനായി ഈ ത്രിലോകങ്ങളിലും ഗന്ധർവനോ അരക്കനോ മറ്റാരെങ്കിലുമോ ഉള്ളതായി ഞാൻ കാണുന്നില്ല. വൃദ്ധനും ക്ഷീണിതനുമായ ജടായുവിനെ കൊന്നതിൽ എന്തൊരു മേന്മയാണ് അങ്ങേക്ക് കിട്ടിയത്? ശ്രീരാമനോ ലക്ഷ്മണനോ അറിഞ്ഞുകൊണ്ടാണോ വിശാലലോചനയായ ദേവിയെ അപഹരിച്ചത്? അങ്ങയുടെ പ്രാണാപഹാരിയായ രഘുവീരൻ മഹാത്മാവും ഊർജിതനും ദേവാസുരന്മാർക്ക് പോലും അജയ്യനാണെന്നും മൂഢബുദ്ധിയായ അങ്ങേക്ക് അറിയുന്നില്ല. കപിവരനായ അംഗദൻ തുടർന്നു പറഞ്ഞു, മഹാരാജാവേ, ഇവൻ ദൂതനാണെന്നല്ല ചാരനാണെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ബലാബലങ്ങളെ കണക്കാക്കുകയാണ്. ഇവനെ ലങ്കയിലേക്ക് വിട്ടയക്കരുത്, പിടിക്കുകയാണ് നല്ലത്. യുവരാജവചനം കേട്ട ഉടനെ വാനരശ്രേഷ്ഠന്മാർ ആകാശത്തിലേക്ക് പെട്ടെന്ന് ഉയർന്നു ചെന്ന് ശൂകനെ പിടിച്ചുകെട്ടി. കോപം മുഴുത്ത കവികളുടെ ഉപദ്രവം അസഹ്യമായപ്പോൾ മഹാപ്രഭുവായ ദാശരഥി രാമനെ ഉച്ചത്തിൽ വിളിച്ച് ആർത്തു,
ഇതാ എൻ്റെ ചിറക് പറിക്കുന്നു, കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു. ഈ കവികൾ ഇപ്പോൾ എന്നെ നിഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന ദിവസം വരെ ചെയ്ത എല്ലാ പാപകർമ്മങ്ങളുടെയും ഫലം അങ്ങൊന്ന് ഏൽക്കണം. അവൻ്റെ വിലാപം വീണ്ടും കേട്ട രാഘവൻ കീശന്മാരെ വിലക്കിക്കൊണ്ട് കൽപ്പിച്ചു, ആ ദൂതനെ വിടുവൻ, അവൻ പോകട്ടെ. സമുദ്രത്തിൻ്റെ ഉത്തര തീരത്തുള്ള വെൺമണൽ പരപ്പിൽ വിരിച്ചിട്ട ദർഭമെത്തയിൽ മഹാസാഗരത്തെ തൊഴുത് അഭിവാദ്യം ചെയ്ത് ശ്രീരാമചന്ദ്രൻ തല കിഴക്കോട്ട് വെച്ച് പള്ളി കൊണ്ടു. ഉഗ്രനാഗത്തിനെതിരായ കൈ ശിരസിൽ ചായ്ച്ചുകൊണ്ടാണ് അരിമർദ്ദനായ അവിടുന്ന് കിടന്നത്. അദ്വിതീയമായ പൊന്നിൻ തോൾ വളകളും മുത്തുമണികൾ പതിച്ച വളകളും അണിഞ്ഞിരുന്ന ആ കൈ ആഭരണാലംകൃതങ്ങളായ പെൺമണികളുടെ മൃദുല കരങ്ങളാൽ ചന്ദനം, അകിൽ തുടങ്ങിയ സുഗന്ധലേപനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ കൈ ഗംഗാനദിയിൽ കിടക്കുന്ന തക്ഷകാകൃതിയിൽ വെൺ പട്ടുകിടക്കയിൽ വെച്ചതിൽ സീതാദേവിയുടെ ശിരസ് വച്ചിരിക്കുന്ന ആ കൈ, ബാലാദിത്യ കിരണ തുല്യമായ ഉത്തമ ചന്ദനം പൂശിയിരിക്കുന്ന ആ കൈ, നുകത്തിന് തുല്യമായി നീണ്ടുരുണ്ടതും ശത്രുക്കൾക്ക് അഴലേറ്റുന്നതും സജ്ജന സുഹൃത്തുക്കൾക്ക് സന്തോഷമേകുന്നതും ത്രിഭുവനത്തിനും താങ്ങും തണലുമായി നിൽക്കുന്നതുമായ ആ കൈ ഏറ്റവും വലിയ പരിഗത്തിനു സദൃശവും 1000 ഗോദാനം ചെയ്തതുകൊണ്ട് പവിത്രവും ഞാൻ തഴമ്പിൽ ഉഴലുന്നതുമായ ആ കൈ, ഏതൊരാൾക്കും കണക്കാക്കാൻ കഴിയാത്ത മാഹാത്മ്യമേർന്ന ആ വലത്തുകൈ കാരുണ്യവാരിധിയായ ദേവൻ തലയ്ക്കു വെച്ചുകൊണ്ടാണ് കിടന്നത്. ഒന്നുകിൽ എനിക്ക് മരണമോ അല്ലെങ്കിൽ സമുദ്രതരണമോ വേണം എന്ന് തീർച്ചപ്പെടുത്തി അബ്ദിയെ തൃക്കൺ പാർത്ത് മൗനമായി പരിശുദ്ധനായി നിയമചര്യയോടെ മഹാഭുജനായ ദേവൻ കിടന്നു. രഥാദികൾക്ക് യാതൊരു പിഴയും പറ്റാതെ ദർഭ വിരിപ്പിൽ കിടന്ന ദാശരഥിക്ക് 3 അഹോരാത്രങ്ങൾ കഴിഞ്ഞു. ധർമ്മസ്വരൂപിയായ ദേവൻ നദീശ്വരനായ സാഗരത്തെ ഉപാസിച്ചുകൊണ്ടാണ് നിമിഷങ്ങൾ കഴിച്ചത്. എന്നാൽ അജ്ഞാനിയായ അർണവം ശ്രീരാമചന്ദ്രനാൽ വഴിയാം വിധം പൂജിക്കപ്പെട്ടിട്ടും പ്രത്യക്ഷമായില്ല. ദിവസങ്ങൾ ഇഴഞ്ഞുകൊണ്ട് 3 കഴിഞ്ഞു. അക്ഷോഭ്യമായ ആഴിയെ പാർത്തുകൊണ്ടിരുന്ന ആ തൃക്കണ്ണുകളുടെ അറ്റം രണ്ടും അല്പമൊന്ന് തുടുത്തു. സമീപത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മണനോട് അരുളി ചെയ്തു, ലക്ഷ്മണ, കടലിൻ്റെ കുറുമ്പ് നോക്കൂ, സ്വന്തം ശരീരം കാണിക്കുന്നേയില്ല. സൽഗുണങ്ങൾ ഇല്ലാത്തവൻ്റെ കണ്ണിൽ ശമവും ക്ഷമയും മധുര സംഭാഷണവും ഋജുത്വവും കാണുകയില്ല. ഈ ഉത്തമ ഗുണങ്ങൾ ശക്തിയില്ലായ്മയായി തോന്നിയേക്കും. ആത്മപ്രശംസ, ദുഷ്ടത, അഭ്യർത്ഥന, നിരാകരിച്ച് ആട്ടിപ്പായിക്കൽ, അഹങ്കാരം, എല്ലാവിധത്തിലുമുള്ള ദണ്ഡനം, ഇവയെല്ലാം ഒത്തുചേർന്ന വൻ ലോകത്തിൽ ഇന്ന് മാന്യനായിത്തീരും. സാമം കൊണ്ട് കീർത്തി ലഭിക്കില്ല. വൈരിയെ കീഴൊതുക്കുവാൻ സാധിക്കില്ല. യുദ്ധകളത്തിൽ ജയം കിട്ടുകയില്ല. ലക്ഷ്മണ, എൻ്റെ ദയ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ആഴിയിൽ മത്സ്യങ്ങൾ സ്വച്ഛന്തം നീന്തുന്നത്, ഉഗ്രസർപ്പങ്ങൾ നിർഭയം വസിക്കുന്നത്, ആനകൾ വിഹരിക്കുന്നത്. ഹേ സൗമിത്രി, മുത്തുരത്നങ്ങൾ, മകരമത്സ്യങ്ങൾ, ശംഖങ്ങൾ എന്നിവ നിറഞ്ഞ അലയാഴിയെ കൊടും ശരങ്ങളെ കൊണ്ട് ഞാൻ ഇന്ന് വറ്റിച്ച് മരുഭൂമിയാക്കി തീർക്കും. ഏറ്റവും ക്ഷമയുള്ള എന്നെ ഒന്നിനും കൊള്ളരുതാത്തൊരുവനായി അർണവം ഇന്ന് കാണുന്നു. ഇത്തരക്കാരിൽ ക്ഷമാഗുണം മഹാമോശമായി തീരും. സാമഗുണത്താൽ ഈ പയോധി പ്രത്യക്ഷമായി വരുന്നില്ല. ലക്ഷ്മണ, കൊണ്ടുവരൂ. കുലച്ച കോദണ്ഡവും ഉഗ്രനാഗ തുല്യങ്ങളായ ശരങ്ങളും ഈ അപാരവാരധിയെ ഞാൻ വറ്റിക്കുകയാണ്. കവിവരന്മാർ നടന്നു തന്നെ ലങ്കയിലേക്ക് പോകട്ടെ. അക്ഷോഭ്യനായ ആഴിയെ എൻ്റെ കോപം കലക്കുകയായി. സാഗരത്തിന് ഒരതിരായി പ്രശോഭിക്കുന്ന തീരം ഇതാ ഞാൻ നശിപ്പിക്കുന്നു. പെരുത്ത ദൈത്യന്മാരുമൊത്ത് പ്രശോഭിക്കുന്ന സമുദ്രത്തെ രാമബാണങ്ങൾ കലക്കുകയായി. തൃക്കണ്ണുകൾ രക്തവർണ്ണങ്ങളായി ഉരുട്ടിമെഴിച്ചു. കൽപ്പാന്തകാലത്തിലെ അഗ്നിയെപ്പോലെ കാകുത്സ്ഥൻ വില്ലേന്തി വൻ കടലിൻ്റെ തീരത്തിൽ നിന്നു. ആ കൊടിയ കോദണ്ഡത്തിൻ്റെ ഞാൻ പതുക്കെയൊന്ന് അമർത്തി. പാരാകെ ഒന്ന് ഉലഞ്ഞു. ഇന്ദ്രവജ്രങ്ങൾ പോലെയുള്ള ക്രൂരശരങ്ങൾ ആഞ്ഞെയ്തു. അമേയ തേജസ്സുള്ള പള്ളിബാണങ്ങൾ ആഴിയുടെ അഗാധ തലത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഉരകസമൂഹം നടുങ്ങി. മുതലകളും മകരമത്സ്യങ്ങളും വാഴുന്ന കടലിൻ്റെ കോളിളക്കം ഭയങ്കരമായി. കാറ്റ് ഉഗ്രമായി ചീറ്റി. ശംഖുകളും ചിപ്പികളും നിറഞ്ഞ പെരും തിരകൾ പരന്ന് ഏന്തിത്തുടങ്ങി. മഹാബ്ധി പുകഞ്ഞ് ഓളം മറഞ്ഞതായി തീർന്നു. എരിഞ്ഞ കണ്ണും നാവുമുള്ള
ഭുജംഗങ്ങൾ വേദന കൊണ്ട് പൊളഞ്ഞു. പാതാളതലത്തിൽ പാർക്കുന്ന വീരദൈത്യന്മാർ അമ്പരന്ന് ഉഴറി. വിന്ധ്യൻ, മന്ദരം എന്നീ പർവ്വതങ്ങളെപ്പോലെ അക്രമാകാരവൃതങ്ങളായ തരംഗങ്ങൾ ആയിരം ഉയർന്നു. സർപ്പങ്ങളും രാക്ഷസന്മാരും വട്ടം തിരിഞ്ഞു. വൻ മുതലകൾ ചക്രങ്ങളെപ്പോലെ ചുറ്റി. അതുല്യനായ രഘുപതി ചീറ്റിക്കൊണ്ട് വീണ്ടും വിൽ വലിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും ലക്ഷ്മണൻ ഓടിച്ചെന്ന് തൃക്കരങ്ങൾ പൊത്തിപ്പിടിച്ചു പറഞ്ഞു: പ്രഭോ, വീരന്മാരുടെ ശിരോരത്നമായ ജ്യേഷ്ഠ, ഇതില്ലാതെ തന്നെ അവിടുത്തേക്ക് കാര്യങ്ങൾ നേടാം. അവിടുത്തെ പോലെയുള്ളവർ കോപത്തിൽ മുങ്ങരുതേ. അത് യുക്തവുമല്ലല്ലോ. സജ്ജനങ്ങളുടെ കർമ്മത്തെ അവിടുന്ന് സ്വീകരിക്കണേ. അപ്രത്യക്ഷരായി ആകാശത്തിൽ നിൽക്കുന്ന ബ്രഹ്മർഷിമാരും ദേവഋഷിമാരും അയ്യോ അരുതേ, ആ കഷ്ടം എന്നിങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞ് ബഹളം കൂട്ടി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.